ഞങ്ങൾ വരുന്ന സമയത്തും ഇതേപോലെ നമ്മുടെ ഇത് നിർത്തിയായിരുന്നു. ഇനി ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്ത നമുക്ക് പറയാനുണ്ട്. അപ്പൊ നിങ്ങളൊരു നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കെയർ വിസയിൽ വരുമ്പം നിങ്ങൾക്ക് എത്രയാന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യം. അപ്പം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 to 3 months കോച്ചിങ് സെക്ഷൻസ് ആണ്. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒരു കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം NHSന്റെ റിക്രൂട്ട്മെന്റ് നിർത്തിയോന്നൊക്കെ. അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. കുറേ പേരായി ചോദിക്കുന്നത് നമ്മളോട് നമ്മുടെ കമന്റിലും അതേപോലെ തന്നെ കാര്യം നേരിട്ട് മീൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാരും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങളൊരു സഹോദരനെ പോലെ കണ്ടോളുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടിട്ട് അങ്ങനെ പറയുന്നതാണെന്ന് അഭിപ്രായങ്ങൾ പറയുന്നതാണെന്ന് മാത്രം വിചാരിക്കുക. അല്ലാണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ വന്നിരുന്ന് നിങ്ങളോട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതല്ല. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോട് പറയുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇവിടെ NHSന്റെ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നിർത്തിയതായിട്ട് എവിടെയും നമ്മൾ കണ്ടില്ല, ന്യൂസിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? ഇല്ല, ഇവർ നിർത്തിയിട്ടില്ല. ആകെ ഒരു പ്രശ്നം പറഞ്ഞാൽ പ്രോസസ്സിംഗ് സ്ലോ ആയിട്ടേ ഉള്ളൂ. അതായത് മുമ്പ് നമുക്കൊരു 3 മാസം കൊണ്ട് കിട്ടുന്നത് ഇപ്പോൾ ഒരു COS നമുക്കൊരു 1 മാസം കൊണ്ട് കിട്ടുമായിരുന്നു. 4 വീക്ക് ആയിരുന്നു ഒരു മാക്സിമം കാലാവധിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ കുറേ നീണ്ടു പോകുന്നുണ്ട്. 2 മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അല്ല, ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് തന്നെ, സ്വീഡനിലേക്കാണ് തന്നെ ഇപ്പം ഇനി വരാനിരിക്കുന്നുണ്ട് ഒത്തിരി നേഴ്സുമാർ. അതേപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ അടുത്ത് വന്നു. അപ്പം അവരൊക്കെ എങ്ങനെ വന്ന ഇവിടെ നിർത്തിയിട്ടൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. അതായത് മുമ്പ് 3 മാസം കൊണ്ട് തീരുന്ന പ്രോസസ്സിംഗ് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അത് വേറൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് അതിൻ്റെതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. കാരണം അല്ലാതെ റിക്രൂട്ട്മെന്റ് ഇതുവരെ നിർത്തിയിട്ടില്ല. അഥവാ നിർത്തിയാൽ തന്നെ എന്തായാലും ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. കാരണം ഇവിടെ നേഴ്സുമാർക്ക് എന്തായാലും ഷോർട്ടേജ് ഉണ്ട്. ഒരു 50,000-ഓളം നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ഏകദേശം 40,000 എങ്ങാണ്ട് ഇനിയും വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിലവിലിപ്പം നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റും. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്ന ഞങ്ങൾ വരുന്ന സമയത്തും ഇതേപോലെ നമ്മുടെ ഇത് നിർത്തിയായിരുന്നു. അപ്പോഴത്തേക്ക് അത് കോവിഡിന്റെ ആയിരുന്നു, പക്ഷെ ഇതേപോലെ നിർത്തിയായിരുന്നു. എന്നിട്ട് നമ്മളാകെ പേടിച്ചു പോയി. ഒരു മാസത്തോളം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ 1 മാസത്തോളം പേടിച്ചായിരുന്നു. പക്ഷെ ദിവസം ആഴ്ച പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി. വീണ്ടും നമ്മൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതേപോലെ നിർത്തുവാണെങ്കിൽ തന്നെ ഏകദേശം 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് വീണ്ടും തുടങ്ങും. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് വരാം. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന വേറെ ഡൗട്ടാണ്, ഇപ്പം നേഴ്സുമാരുടെ ഡിപ്പെൻഡൻറ്റിന് ഇങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പം നേഴ്സുമാരുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെയായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് കെയർ വിസയിലുള്ളവരെയും അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒക്കെയാണെന്ന് നമുക്കറിയാം. നാട്ടിൽ നിന്ന് ഒത്തിരി പേര് നമ്മുടെ നേഴ്സസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരുണ്ട്, നമുക്കറിയാം. പക്ഷേ ഒത്തിരി തവണ OET അല്ലെങ്കിൽ IELTS എഴുതി ക്ലിയർ ചെയ്തിട്ടും അത് പാസ്സാവാതെ ഇനി ടൈമില്ല, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഇതിൽ കെയർ വിസയിൽ അങ്ങനെ എന്തെങ്കിലും വേഗം കയറി വരാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഒരുപാട് നേഴ്സസ് ഉണ്ട്. അല്ല, അങ്ങനെ വന്നവരെ നമുക്ക് ഒത്തിരി പേരെ അറിയാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയി തന്നെ അങ്ങനെ വന്നവരുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പെട്ടുപോയി ഇനി ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്ത നമുക്ക് പറയാനുണ്ട്. അപ്പൊ ആ സന്തോഷ വാർത്ത എന്താന്ന് പറയട്ടെ, നമുക്ക് ഇവിടെ ഒരു OET സെന്റർ ഉണ്ട്, വെനാൻസ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു OET സെന്റർ. അവർ നാട്ടിലും ഓൾറെഡി അവർക്ക് സെന്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിപ്പം ലണ്ടനിലും റീസെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 to 3 months കോച്ചിങ് സെക്ഷൻസ് ആണ്. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒരു കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് 1-to-1 സെക്ഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ അടുത്തത് നമുക്ക് 1-to-1 സെക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ കെയർ വിസയിലൊക്കെ വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ നാട്ടിൽ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് നമ്മുടെ ടൈമിനനുസരിച്ച് 1-to-1 സെക്ഷൻ കിട്ടി അവിടെ പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ UK-യിലും 1-to-1 സെക്ഷനോടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആയിട്ട് നമുക്ക് OET പഠിക്കാൻ പറ്റും. അതെ, ഇപ്പം OET അങ്ങനെ പഠിച്ച് ഇവിടെ നിന്ന് നേഴ്സായവർ ഒത്തിരി പേരുണ്ട്. വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവരിപ്പം നമ്മൾ OET പാസ്സാവുകയാണെങ്കിൽ ഇവർ തന്നെ NHSലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ആണോ? അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അതെ, നമ്മൾ OET പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കാതാണ് ഏറ്റവും വലിയ പരിപാടി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് നേരിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ അതാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിരിക്കും. നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിലവിലിപ്പോൾ നേഴ്സുമാരായിട്ടുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേഴ്സായിട്ട് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ കെയർ വിസയിലുള്ളവരുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് ഇനിയിപ്പോൾ അവർ OET പഠിക്കണം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓൺലൈൻ ക്ലാസ് തന്നെയാണെങ്കിലും. അതേസമയം ഇവിടെ ഒരു കോച്ചിങ് സെന്റർ ഉള്ളപ്പോൾ അത് വളരെയധികം ഉപകാരമാണ്.
അപ്പം നമ്മൾ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവരോട് സംസാരിക്കാം. അതേപോലെ തന്നെ നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അവരോട് കോൺടാക്ട് ചെയ്തോളുക. ആരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളുക. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കും കൂടെ ഷെയർ ചെയ്യുക. ആർക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് തന്നെ OIT ക്ലിയർ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, ക്ലിയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കെയർ വിസയിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നേഴ്സായി മാറാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ ഒരു ഫിനാൻസ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു അക്കാദമി വഴി നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ഡിപെൻഡന്റ് വിസയിൽ വന്ന നഴ്സുമാരുണ്ട്. അവർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക. അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അവരോട് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളാണോ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണോ, കാര്യങ്ങളൊക്കെ നേരിട്ട് അവരോട് തന്നെ ചോദിക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയായിരുന്നു ഫ്ലെക്സിബിൾ സെക്ഷൻ ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ വൊക്കാബുലറി ആൻഡ് പ്രൊനൗൺസിയേഷൻ ട്രെയിനിങ്, പിന്നെ മലയാളികളായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചും കൂടെ മെച്ചൂർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് നല്ലൊരു അടി കിട്ടിയ ഒരു സംഭവമാണ് ഡിപ്പെൻഡ് വിസ നിർത്തി എന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ഈ കെയർ വിസയിലൊക്കെ വന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ PR ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടുവന്നൂടെ? PR ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡിനെ കൊണ്ടുവരാം. ഒരു 5 വർഷത്തെ കാര്യമാണ്. 5 വർഷം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന്, ഒറ്റയ്ക്കല്ല, വേണമെങ്കിൽ വിസിറ്റിംഗ് വിസ കൊണ്ടുവരാമല്ലോ. അതെനിക്ക് അറിയത്തില്ല കേട്ടോ, നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ല. വിസിറ്റിംഗ് വിസയിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ വിസിറ്റിംഗ് വിസയിൽ ഡിപ്പെൻഡിനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 6 മാസത്തെ വന്ന് നിൽക്കാം. പക്ഷേ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഞാൻ പറഞ്ഞത് 6 മാസം വന്ന് നിൽക്കുന്നതല്ല, ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യാം നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് ബാക്കി നാട്ടിലെ കാര്യങ്ങൾ, ബിസിനസ്സോ അല്ലെങ്കിൽ എന്താ ജോലി ഉണ്ടെങ്കിൽ ആ ഒരു 5 വർഷത്തേക്ക് ആ നാട്ടിൽ പിടിച്ച് നിൽക്കുക. അന്നേരത്തേക്ക് നമ്മൾ ഏകദേശം ഒന്ന് സെറ്റിലാവും ഇവിടെ. ഇപ്പോൾ ഒറ്റയ്ക്കാണ് വന്നെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് പൈസ കൂടെ സേവ് ചെയ്തതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ നോക്കുക. അതല്ല, ഇപ്പം നേഴ്സുമാരൊക്കെ ആണെങ്കിൽ ഈ കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ OIT അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എത്രയും മാക്സിമം പെട്ടെന്ന് OIT ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നേഴ്സായിട്ട് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡിനെ കൊണ്ടുവരാം. ഒരു നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അല്ലാണ്ട് നമ്മളിപ്പം എപ്പോഴും കെയർ അത്ര മോശം വർക്കാന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിൽ ആ ഒരു നേഴ്സിൻ്റെ ഇതിൽ തന്നെ, ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു എഞ്ചിനീയറിൻ്റെ ജോലി ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. അപ്പം നിങ്ങളൊരു നേഴ്സായിട്ടുള്ള ആൾക്കാർ ഒരു കെയർ വിസയിൽ വരുമ്പം നിങ്ങൾക്ക് എത്രയാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ OIT അവരെയൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ OIT കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ ഒത്തിരി പറഞ്ഞു എന്നറിയാം, എന്നാലും ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്, നഴ്സിംഗിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒന്നും നിർത്തിയിട്ടില്ല. അതാരും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിലല്ല, നമ്മൾ പറയുന്നത് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയുന്നതാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പറയുന്നതാണെങ്കിൽ തന്നെ നിങ്ങൾ 100% എടുക്കാതെ ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുണ്ട്, UK സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ പറയുന്നത് കുറച്ചും കൂടെ ആൾക്കാർക്ക് നമ്മളെന്തായാലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അങ്ങനെയാണെന്നല്ല, നമ്മളെല്ലാ വീഡിയോയിലും അങ്ങനെ പറയുന്ന ഒരാൾ നമ്മൾ കുഴി ചാടരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകാർ കുറേ പേര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഇവളെ ഒരു സഹോദരിയെ പോലെ കാണുക, അങ്ങനെ ഞങ്ങൾ പറയുന്നതായിട്ട് എടുത്തോളാം. ആമി ഇതേ ഓടിക്കളിച്ച് എവിടെയൊക്കെ വീണ് മുഖത്തൊക്കെ ചെളിയായിരിക്കും. നോക്കി, താക്കോൽ എവിടെയാണ് നീ കൊണ്ട് കളയാൻ പോകുന്നത്? ഇങ്ങിതാ പപ്പയ്ക്കിതാ, മുഖം തുടച്ചേടി. ഇവിടെ ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവരുടെ കൂടെയൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കൊണ്ടുവന്നേ. പക്ഷെ ആമി ഇപ്പം അവരോടെ ഒന്നും പോകുന്നില്ല. ആമി അവരോട് പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ദേ സൂര്യൻ ചെറുതായിട്ട് സന്ധ്യാസമയം വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഡേ ടൈം കിട്ടുന്നതുകൊണ്ട് നല്ല രസമാണ്. എന്നാടി താക്കോലിന് വേണ്ടിയിട്ടാണോ? പപ്പിക്കിതാ. എൻ്റെ ദൈവമേ, ഇത് വേണോ? എടുത്തോ നീ. ഉണ്ടേ വീണ് പോയി. ഷോ ദൈവമേ, വീണങ്ങ് കിടക്കുക. ഇപ്പോൾ പണ്ട് ഞാനും മിന്നും കൂടെ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നമ്മളിവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഏതാ, ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർക്ക് ജോലി. ആ ഒരു വീഡിയോ മിന്നു ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഏകദേശം വന്ന ആ ടൈമിനായിരുന്നു കേട്ടോ. ഇപ്പോഴേ നമ്മുടെ കൂടെ അന്ന് മിന്നുവിൻ്റെ വയറ്റിലായിരുന്നു ആമി. ഞാൻ ഈ കല്ലിലൊക്കെ കയറി ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നോക്കട്ടെ,
അപ്പം പാർക്ക് അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളെ ആൾക്കാരൊക്കെ മാറി. ഞങ്ങളല്ല, ആമി വന്നു വലുതായിട്ട്.